കുറേ നാളുകളായി നമ്മള് വീഡിയോ ഇട്ടിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നുപോയി. ക്ഷമിക്കണം എല്ലാവരും. അപ്പൊ നമ്മളിന്ന് ഒരു 2025 റിപ്പ് ഫെസ്റ്റിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് റിപ്പ് ഫെസ്റ്റിന് പോയപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഓൾറെഡി. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ക്ഷമിക്കണം. അപ്പൊ നമ്മൾ ഡൈനിങ് ഏരിയയിൽ എത്തിയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് മേടിച്ചത്. എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ് സംഭവം. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലത്തെ സീസണിങ് സാധനങ്ങൾ ഇടാം. നമുക്ക് സ്പൈസ് വേണോ സോൾട്ട് ഒക്കെ ഇടാം. അപ്പൊ അതൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ കോൺസെർട്ട് ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ. നല്ല പാട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പാട്ട് ഫസ്റ്റ് കേട്ട് കാണുമായിരിക്കും, വീഡിയോന്റെ തുടക്കത്തിൽ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് പേര് ഡാൻസ് കളിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പൊ എനിക്കിതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും അതുപോലെ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കുള്ള ആൾക്കാരുടെ ഒരു 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 ക്രൗഡും ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ നമ്മൾ മെയിനായിട്ട് വന്ന റിപ്പ് ഫെസ്റ്റിനാണല്ലോ. അപ്പൊ നമ്മൾ റിപ്പ് ഫെസ്റ്റിന്റെ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോയി ഓരോ സ്റ്റോളിൽ നോക്കുമ്പോൾ ഓരോ സ്റ്റോളിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ കുറെ ഷീൽഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു അത് എന്താ സംഭവം എന്ന്. അപ്പോഴാണ് അവർ പറഞ്ഞത്, അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പാർട്ട്ണർ പറഞ്ഞത്, ഇത് അവർ ഓരോ കോൺടെസ്റ്റും വിൻ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഷീൽഡുകളാണെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് എടുക്കാനൊന്നും പോയില്ല, അന്വേഷിക്കാനും പോയില്ല. കാരണം അത് നമുക്കറിയേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച്. നമുക്ക് ഫുഡ് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റോളുകളിലും പോയി ഓരോ ഇത് നോക്കുകയായിരുന്നു. ബീഫിന്റെ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ്, അതായത് എന്ത് സോസ് ആണ്, എന്താണ് റേറ്റ് എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത്. പിന്നെ നമ്മൾ ഈ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നത് ടേസ്റ്റ് ഉള്ള സാധനം തന്നെ നമ്മൾ കഴിക്കണമല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ നോക്കി നടന്ന് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. അപ്പൊ അവിടെ നമ്മളിങ്ങനെ എല്ലാത്തിന്റെയും അവിടെ ആണെങ്കിൽ കുറെ ഷീൽഡ് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളവിടെ നിന്ന് എടുക്കാന്ന് ഓർത്ത്. അപ്പോൾ നമ്മുടെ ഫുഡാണ് അവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്രയുള്ള വിശേഷങ്ങൾ.